വെൽക്കം. റഹ്മാനാണ്. മൈക്രോബയോളജിയിൽ ഈ വീഡിയോ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ് ഇതിനെ പറ്റിയാണ് ഈ വീഡിയോ. സോ രണ്ടിലും ഉള്ള വാക്കാണ് കാരിയോട്സ്. കാരിയോൺ എന്ന വാക്കിനർത്ഥം കാരിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡ് എന്നാണ് അർത്ഥം. സീഡ് അല്ലെങ്കിൽ നമുക്കതിനെ ന്യൂക്ലിയസ് എന്ന് പറയാം. സോ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം പേരിലുള്ളത് പോലെ തന്നെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടോ ഇല്ലയോ, ഇതാണ് ബേസിക് വ്യത്യാസം. സോ നമുക്ക് വ്യത്യാസങ്ങൾ പറയാം. പ്രോകാരിയോട്സ് നമുക്ക് ഇവിടെ എഴുതാം, യൂകാരിയോട്സ് നമുക്ക് ഇവിടെ എഴുതാം. പ്രോകാരിയോട്സ് അതാണ് ഏറ്റവും ചെറുത്, സ്മോളസ്റ്റ് ലിവിംഗ് ഓർഗാനിസംസ് ഒക്കെ ഇതാണ്. പരമാവധി 5 മൈക്രോമീറ്റർ അത്രേ ഉള്ളൂ വലിപ്പം. പക്ഷേ യൂകാരിയോട്സോ 5 തുടങ്ങുന്നത്. 5 മൈക്രോമീറ്റർ മുതൽ മുകളിലോട്ട്. സാധാരണ രീതിയിൽ 100 മൈക്രോമീറ്റർ ഒക്കെ ആയിരിക്കും. പക്ഷെ നമുക്കറിയാം നമ്മുടെ ന്യൂറോൺസ്, നമ്മുടെ ശരീരത്തിലുള്ള ന്യൂറോൺ 1 മീറ്റർ നീളമുള്ള ആക്സോൺ വരെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. സോ യൂകാരിയോട്സ് ആർ ബിഗർ എന്ന് നമുക്ക് എഴുതാം. ദീസ് ആർ സ്മോളർ ആണ്, ചെറുതാണ്. സോ ഇതാണ് ആദ്യകാല ജീവിതം. ആദ്യകാല ജീവൻ എന്ന് പറയുന്നത് പ്രോകാരിയോട്സ് ആണ്. സോ ഇവ യൂണിസെല്ലുലാർ ആണ്. ഒരു സെൽ അവയുടെ ജീവിതം അവിടെ വെച്ച്. സോ ദീസ് ആർ വൺ സെൽഡ് ആണ്, വൺ സെൽഡ് ഓർഗാനിസം. പക്ഷെ ഇത് ഒരു സെല്ലുള്ളതും ഉണ്ട്. ഇതിനാകെപ്പാടെ ഈ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ. ഇത് ഒരു സെല്ലുള്ളതും ഉണ്ട്. ഉദാഹരണം പ്രോട്ടോസോവയ്ക്ക് ഒരു സെല്ലേ ഉള്ളൂ ചിലത്. മിക്കവാറും എല്ലാം തന്നെ പക്ഷേ മൾട്ടി സെല്ലുലാർ ആണ്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്, 100 കണക്കിന് സെല്ലുകൾ കൂടി ചേർന്നിട്ട് ഉണ്ടാകുന്ന ഓർഗാനിസംസ് ആണ്. സോ അപ്പൊ നമുക്ക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ ബാക്ടീരിയയും ആൻഡ് ഓൾസോ ദിസ് ആർക്കിയ ഗ്രൂപ്പിൽ വരുന്നത് എല്ലാമാണ് നമ്മളുടെ പ്രോകാരിയോട്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ. ആൻഡ് ബാക്ടീരിയ ആൻഡ് ആർക്കിയൽ ഡൊമൈൻസിൽ വരുന്നത് എല്ലാം പ്രോകാരിയോട്സ് ആണ്. ആൻഡ് യൂകാരിയോട്സിൽ ബാക്കിയെല്ലാം വരും. ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ ഉദാഹരണം പ്രോട്ടോസോവാസ് ഓർ പ്രോട്ടിസ്റ്റ ഗ്രൂപ്പ് വരും. ദെൻ ഫംഗൈ വരും. ദെൻ ചെടികളുടെ സെൽ പ്ലാന്റേ വിഭാഗത്തിലുള്ള എല്ലാം ഇതിനകത്ത് വരും. മനുഷ്യൻ ഉൾപ്പെടുന്ന അനിമേലിയ വിഭാഗത്തിലുള്ളത് എല്ലാം ദീസ് ഓൾ ആർ യൂകാരിയോട്സ് ആണ്. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ്. ഒരു സെല്ലാകുമ്പോൾ ഒരു ബൗണ്ടറി വേണം. സോ പ്രോകാരിയോട്സ് എന്ന് വരയ്ക്കാം. സോ പ്രോകാരിയോട്സിന് ഒരു ഔട്ടർ സെൽ മെംബ്രെയിൻ ഉണ്ട്. സെൽ മെംബ്രെയിൻ നമ്മൾ സാധാരണ പറയുന്നത് ഡബിൾ ലെയേർഡ് ലിപിഡ് ബൈ ലെയർ എന്നാണ് പറയുക. ലിപിഡ് ബൈ ലെയർ, ഫോസ്ഫോലിപിഡ് ബൈ ലെയർ തന്നെയാണ് ഇതിനും ഉള്ളത്. നമ്മൾ സാധാരണ എങ്ങനെ വരയ്ക്കുക? ഇങ്ങനെ ഉരുണ്ട രണ്ട് വര അല്ലെ? ഇതാണ് നമ്മുടെ സെൽ, ഇങ്ങനെയാണ് വരയ്ക്കുക. ഓക്കെ. സോ പുറത്തുള്ളത് പോളാർ ആണ്. പോളാർ മീൻ ചാർജ്ഡ് ആണ്. ഇവിടെ ഫാറ്റി ആസിഡ് ആണ്. ഫാറ്റി ആസിഡിന് ചാർജ് ഉണ്ടോ? ഇല്ല, നോ ചാർജ്. സോ രണ്ടിനും ഇവയ്ക്കും അത് തന്നെയാണ്. ഇവയ്ക്കും സെയിം ലിപിഡ് ബൈ ലെയർ, ഫോസ്ഫോലിപിഡ് ബൈ ലെയർ. സോ ഇക്കാര്യത്തിൽ രണ്ടുപേരും സമന്മാരാണ്. ഇനി തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം പറഞ്ഞിട്ട് ബാക്കി നമുക്ക് പറയാം. അത് അബൌട്ട് ന്യൂക്ലിയസിനെ പറ്റിയാണ്. രണ്ടിലും ജനറ്റിക് മെറ്റീരിയൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഓക്കെ, ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഇപ്പം ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കും. ഇവിടെ ഞാൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കുക. ഇത് നമുക്ക് കുത്തി വരച്ച് വേണമെങ്കിലും വരയ്ക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെയൊക്കെ വരച്ചാലും രണ്ടറ്റവും കൂട്ടിമുട്ടണം. പക്ഷെ ഇവിടെ രണ്ടറ്റവും കൂട്ടിമുട്ടുണ്ടാവും. സോ ദിസ് ഈസ് സർക്കുലാർ DNA ആണ്. രണ്ടറ്റവും കൂട്ടിമുട്ടിയിട്ടുണ്ട്. സിംഗിൾ ക്ലോസ്ഡ് ലൂപ്പ് ആണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ദിസ് ഈസ് ലീനിയർ DNA ആണ് ഇവയ്ക്കുള്ളത്, യൂകാരിയോട്സ്. സോ ഇനി DNAയിൽ പ്രോകാരിയോട്സിൽ ഇവിടെ വേറെ പ്രോട്ടീൻ ഒന്നുമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. യൂകാരിയോട്സിൽ പലവിധ പ്രോട്ടീൻ ഉണ്ട്, ലൈക്ക് ഹിസ്റ്റോൺ ഉണ്ട്. ആൻഡ് പ്രോകാരിയോട്സിൽ ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ, ഒറ്റ ഒരു ക്രോമസോം മാത്രമേ ഉള്ളൂ. യൂകാരിയോട്സിൽ അങ്ങനെയല്ല, ഇഷ്ടം പോലെ ഉണ്ട്. ദാറ്റ് മീൻസ് ക്രോമസോം ഇവിടെ ഒരു ക്രോമസോം. സോ 1 ക്രോമസോമേ ഉള്ളൂ. ഇവിടെ മോർ ദാൻ 1 ക്രോമസോം. മനുഷ്യനിൽ 23 പെയേഴ്സ് ആണ് ഉള്ളത്. സോ മോർ ദാൻ 1 ക്രോമസോം ഇൻ യൂകാരിയോട്സ്. സോ പ്രോകാരിയോട്സിൽ ഈ ക്രോമസോം ഓർ DNA ഉള്ള ഭാഗത്തെ, സോ ഇതാണ് DNA ഇരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തെ നമ്മൾ ന്യൂക്ലിയോയിഡ് എന്നാണ് വിളിക്കുക. ന്യൂക്ലിയോയിഡ് ഓർ ന്യൂക്ലിയർ സോൺ എന്ന് വിളിക്കും. ആൻഡ് ഇത് സെല്ലിന്റെ ഉള്ളിൽ ഇവിടെ ആകാം, വേണമെങ്കിൽ ഇവിടെ ആകാം, എവിടെ വേണമെങ്കിലും ആക്കാം. പക്ഷേ യൂകാരിയോട്സിൽ ഈ DNA ഉള്ള ഭാഗം, സോ ഞാൻ യൂകാരിയോട്സ് ആക്കി വരച്ചാൽ ഈ DNA ഉള്ള ഭാഗം ഒരു പ്രത്യേക ന്യൂക്ലിയസ് ആയിട്ടാണ് ഇരിക്കുക. സോ അതിനാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ന്യൂക്ലിയസിന് ചുറ്റും കൃത്യമായി പറയുമ്പോൾ ഇങ്ങനെ ഒരു ന്യൂക്ലിയസിന് ചുറ്റും വീണ്ടും ഈ സെൽ മെംബ്രെയിൻ പോലെ തന്നെ ഒരു ഡബിൾ സ്ട്രാൻഡഡ് ലെയർ ഇവിടെയും ഉണ്ട്. സോ ന്യൂക്ലിയർ മെംബ്രെയിൻ കവറിങ്സ് ഉണ്ട്. സോ ദർ ന്യൂക്ലിയർ മെറ്റീരിയൽ ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് സെപ്പറേറ്റ് ആണ്. അതിനാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയാ. ഇതിനപ്പോൾ ന്യൂക്ലിയസ് ഉണ്ടോ? ന്യൂക്ലിയസ് കൃത്യമായിട്ട് ഇല്ല എന്ന് പറയേണ്ടി വരും. സോ പ്രോകാരിയോട്സിൽ ഇതിന് ന്യൂക്ലിയർ മെറ്റീരിയലിന് ഇതുപോലെ പ്രത്യേകം കവറിംഗ് ഒന്നുമില്ല. ഇത് കവറിംഗ് അല്ലാട്ടോ, ഇത് തന്നെയാണ് അതിന്റെ സർക്കുലാർ DNA. ന്യൂക്ലിയർ സോൺ അല്ലെങ്കിൽ ന്യൂക്ലിയോയിഡ് എന്നാണ് പറയുന്നത് നമ്മൾ പറഞ്ഞു. സോ ന്യൂക്ലിയ ഈസ് ഡിഫ്യൂസ്. സോ ന്യൂക്ലിയ ഈസ് ഡിഫ്യൂസ്ഡ് ആണ് എന്ന് നമുക്ക് പറയാം. നോ ന്യൂക്ലിയോലസ് എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും ഇതിനില്ല. ഇതിന് ന്യൂക്ലിയർ മെറ്റീരിയലിന് ചുറ്റും കവറിംഗ് ഉണ്ട്. ആൻഡ് ഈ കവറിംഗിൽ ചില പോർസ് ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം, ന്യൂക്ലിയർ പോർസ്. സോ ഇതാണ് ഏറ്റവും പ്രകടമായിട്ടുള്ള പ്രധാനമുള്ള വ്യത്യാസം. സോ ദിസ്
ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. കാരിയോട്സ് എന്ന് പറയുമ്പോൾ പ്രോ ആണ്, ഇത് ആയി വന്നേ ഉള്ളൂ. ഇത് പക്ഷേ നല്ല യു ആണ്. യു മീൻസ് കൃത്യമായിട്ടുള്ളത് എന്നാണ് അർത്ഥം. ഓക്കെ, സോ ഇൻ യൂകാരിയോട്സ് ദർ ഇസ് എ സ്പെഷ്യലൈസ്ഡ് ഡിസ്റ്റിങ്ക്ട് മെംബ്രെയിൻ കവേർഡ് ന്യൂക്ലിയസ്. ഇനി പ്രൊകാരിയോട്സിൽ ഈ DNA അല്ലെങ്കിൽ ന്യൂക്ലിയർ മെറ്റീരിയലിന്റെ ഒരു പതിപ്പ് പ്രത്യേകമായി ഒരു പ്ലാസ്മിഡ്സ് അതിനകത്താക്കി എക്സ്ട്രാ ക്രോമസോമൽ DNA ഇൻ പ്ലാസ്മിഡ് ആയിട്ട് ഉണ്ടാകും. പ്ലാസ്മിഡ്. ഓക്കെ, ഇതാണ് പ്ലാസ്മിഡ്. പക്ഷേ യൂകാരിയോട്സിൽ അങ്ങനെ പ്ലാസ്മിഡ് ഉണ്ടോ? ഇല്ല. യൂകാരിയോട്സിൽ എക്സ്ട്രാ ക്രോമസോമൽ DNA ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ മൈറ്റോകോൺട്രിയയുടെ അകത്തുണ്ട്, ഇൻ ദ മൈറ്റോകോൺട്രിയ. അതല്ലാതെ ഇതേപോലെ പ്ലാസ്മിഡ് പോലെ ഇല്ല. ഓക്കെ, സോ മൈറ്റോകോൺട്രിയ എന്തായിരുന്നു? മൈറ്റോകോൺട്രിയ പണ്ട് നമ്മുടെ ഇങ്ങനെയുള്ള സെല്ലിനകത്ത് കയറി പറ്റിയ ഒരു പ്രോകാരിയോട്ട് ആയിട്ടാണ് നമ്മൾ കാണുക. എൻഡോസിംബയോട്ടിക് റിലേഷൻഷിപ്പിന്റെ ഒരു ഭാഗമാണ്, ഇപ്പോഴും തുടരുന്ന പഴയ ഒരു റിലേഷൻഷിപ്പാണ്, രണ്ടുപേർക്കും ഗുണമായതുകൊണ്ട് ഓക്കെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അടുത്തൊരു കാര്യം, പ്രൊകാരിയോട്സിലും റൈബോസോം ഉണ്ട്. ഇത് പ്രൊകാരിയോട്സ് ആണെങ്കിൽ, ഇതവിടെ ന്യൂക്ലിയർ മെറ്റീരിയൽ ആണെങ്കിൽ, റൈബോസോം ഇങ്ങനെ സൈറ്റോപ്ലാസത്തിൽ പല സ്ഥലത്തായിട്ടുണ്ട്. ആൻഡ് യൂകാരിയോട്സിലും റൈബോസോം ഉണ്ട്. ഓക്കെ, റൈബോസോം ഇപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണെങ്കിൽ ഇവിടെയൊക്കെ റൈബോസോം കാണാം. ആൻഡ് ഇതിലുള്ള റൈബോസോം ഈ 70S ആണെങ്കിൽ, 70S ആണെങ്കിൽ ഇതിലുള്ള 80S ആണ്. എസ് മീൻസ് സ്വെഡ്ബർഗ് യൂണിറ്റ് ആണ്, സെഡിമെന്റേഷൻ യൂണിറ്റ് ആണ്. പക്ഷേ രണ്ടിലും രണ്ട് തരം റൈബോസോം ആണ്. സോ റൈബോസോമിൽ വ്യത്യാസമുണ്ട്. ഇതിൽ റൈബോസോം 80S ആണ്, ഇത് 70S. സോ 70S എന്ന് പറയുമ്പോൾ 30 + 50S ഒക്കെയാണ്. ആൻഡ് ഇത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് ചുറ്റും പ്രോട്ടീൻ സിന്തസിസ് നടത്താണ്. ഇതും പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഇതിന്റെ പ്രോട്ടീൻ സിന്തസിസ് അപ്പോൾ സൈറ്റോപ്ലാസത്തിലാണെങ്കിൽ ഇതിന്റെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെയും സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെയായിരിക്കും നടക്കുക. ആൻഡ് ഈ പ്രൊകാരിയോട്സിൽ അടുത്ത വ്യത്യാസം, പ്രൊകാരിയോട്സിൽ വേറെ സെല്ലുലാർ ഓർഗനലൈസ് ഒന്നുമില്ല. സൈറ്റോപ്ലാസം ഒറ്റ ഒരു യൂണിറ്റ് ആണ്, ഇതൊരു സിംഗിൾ യൂണിറ്റ് ആണ്, ഫ്രീ ആണ്. നോ കമ്പാർട്ട്മെന്റ്സ് ഒന്നും തന്നെ ഇതിനകത്തില്ല. പക്ഷേ യൂകാരിയോട്സിൽ ധാരാളം ഓർഗനല്ലേ ഉണ്ട്. ഇത് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഇതിങ്ങനെ വരയ്ക്കാം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ദെൻ ഇവിടെ തന്നെ ഗോൾജി ബോഡീസ് ഇങ്ങനെ ഉണ്ട് അല്ലേ, നമുക്കറിയാം. ദെൻ മൈറ്റോകോൺട്രിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഇങ്ങനെയൊക്കെയുള്ള വിവിധ തരം ഓർഗനലൈസ് ആർ പ്രസന്റ്. പക്ഷേ ഇവയ്ക്ക് അങ്ങനെയൊന്നും ഇല്ല. ആൻഡ് ഈ ഓർഗനല്ലേ ഒറ്റയ്ക്കല്ല, ഈ ഓർഗനല്ലയുടെ ചുറ്റും ഇതേപോലെ നമ്മുടെ സെൽ മെംബ്രെയിൻ പോലെ തന്നെ ഡബിൾ മെംബ്രെയിൻ ഇതിനുണ്ട്. ഇതിന് ചുറ്റുമുണ്ട്, ഇതിന് ചുറ്റും എല്ലാം ഇതേ മെംബ്രെയിൻ ഉണ്ട്. സോ അതായത് സെൽ മെംബ്രെയിൻ പോലെയുള്ള ഒരു സംഭവം ഈ ഓർഗനല്ലയുടെ എല്ലാം ചുറ്റുമുണ്ട്. പക്ഷേ പ്രൊകാരിയോട്സിന് അതില്ല. സോ ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം. സോ ഇൻ പ്രൊകാരിയോട്ട് നോ ഓർ ലാക്ക് ഓഫ് മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ്. മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഇല്ല, ഓർ അതർ ഓർഗനല്ലേ ഇല്ല. പക്ഷെ ഇതിന് എല്ലാം മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഉണ്ട്, ഓർഗനലൈസ് എല്ലാം പ്രസന്റ് ആണ്. സോ ഈ മെംബ്രെയിൻ ഞാൻ പറഞ്ഞു എല്ലാം തന്നെ സെൽ മെംബ്രെയിൻ, ഇതേ മെംബ്രെയിൻ തന്നെയാണ് ഇതിനുള്ളത്. ഇനി അടുത്ത പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ് ഈസ് അബൌട്ട് സൈറ്റോസ്കെൽറ്റനെ പറ്റിയാണ്. പഴയ തിയറി അനുസരിച്ച് ഇതിന് സൈറ്റോസ്കെൽറ്റൻ ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നു ഇതിനും സൈറ്റോസ്കെൽറ്റൻ ഉണ്ട്. ഇതിന് ഉണ്ട് എന്ന് നമുക്കറിയാം, സൈറ്റോസ്കെൽറ്റൻ ഉണ്ട്. സോ ആസ് പെർ ന്യൂ സ്റ്റഡീസ് നമ്മൾ പറയുന്നത് പ്രൊകാരിയോട്സിന് ഉദാഹരണത്തിന് സ്ട്രക്ചറൽ ഫിലമെന്റ്സ്, സൈറ്റോസ്കെൽറ്റൻ, ഇപ്പോൾ ട്യൂബുലിൻ, ഇതിനകത്തുള്ള ട്യൂബുലിൻ പോലെ ഇതിനകത്ത് FTSZ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ദെൻ ആക്ടിൻ പോലെ, ഇത് ആക്ടിനായിട്ട് കൂട്ടിയാൽ ആക്ടിൻ പോലെയുള്ള MREB ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഇതിനുണ്ട്. സോ സൈറ്റോസ്കെൽറ്റൻ രണ്ടിനും ഉണ്ട് എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ തീരുമാനം. ഇനി നമ്മൾ യൂകാരിയോട്സിൽ ഈ സെൽ മെംബ്രെയിൻ ഇപ്പം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് സെൽ മെംബ്രെയിൻ വരയ്ക്കുക, നമുക്കറിയാം. ഇതിനകത്ത് സം കൊളസ്ട്രോൾ അല്ലെങ്കിൽ എർഗോസ്റ്റിറോളോ അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഫംഗസിലൊക്കെ ആണെങ്കിൽ സോ അങ്ങനെയൊക്കെയുള്ള സം സ്റ്റിറോൾസ് ഉണ്ട്. ഇതാണ് ഇവയ്ക്കുള്ള ഫ്ലെക്സിബിലിറ്റി കൊടുക്കുക. പക്ഷേ പ്രോകാരിയോട്സിൽ ഇങ്ങനെയുള്ള സ്റ്റിറോൾസ് ഇല്ല. സ്റ്റിറോൾസ് ആബ്സെന്റ് ആണ്. പക്ഷേ സം എത്തനോളമിൻ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. എങ്കിലും സ്റ്റിറോളിനെ സംബന്ധിച്ച് സ്റ്റിറോൾ ആബ്സെന്റ് ആണ്, ഇവിടെ സ്റ്റിറോൾസ് പ്രസന്റ് ആണ്. ഇനി പ്രോകാരിയോട്സിന്റെ ഈ സെൽ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ചില ഫോൾഡിങ്സ് ഇങ്ങനെ ഉണ്ട്, ചില ഫോൾഡിങ്സ്. സോ ഈ ഫോൾഡിങ്സിനെ നമ്മൾ വിളിക്കുക മീസോസോംസ് എന്നാണ്. മീസോസോംസ്. സോ ഇതിന് മീസോസോംസ് ഉണ്ട്. ആൻഡ് ദിസ് ഹെൽപ്സ് ഇൻ റെസ്പിറേഷനൊക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് നമുക്ക് അകത്ത് മൈറ്റോകോൺട്രിയ പ്രത്യേകം ഉള്ളതുകൊണ്ട് നോ നീഡ്, അതിന്റെ ആവശ്യമില്ല. ആൻഡ് സെൽ മെംബ്രെയിനെ കുറിച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് പിനോസൈറ്റോസിസ് പറ്റില്ല. നോ പിനോസൈറ്റോസിസ്. പിനോസൈറ്റോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതിപ്പോൾ സംഭവം ഒരു ഫ്ലൂയിഡ് ആണെങ്കിൽ ഇതിനിങ്ങനെ എടുക്കലാണ്, അത് ഇതിന് പറ്റില്ല. പക്ഷേ ഇതിന് പിനോസൈറ്റോസിസ് പറ്റും. സെൽ എൻഗൾഫിംഗ് അല്ലെങ്കിൽ ലിക്വിഡ് എൻഗൾഫ്മെന്റിന് ഇതിന് പറ്റും, ഇതിന് പറ്റില്ല. ഇനി പ്രൊകാരിയോട്സിൽ ഈ സെൽ മെംബ്രെയിന് ചുറ്റും ഇത് സെൽ മെംബ്രെയിൻ
ആണെങ്കിൽ ഇതിന് ചുറ്റും ഒരു സെൽ വോൾ ഉണ്ടായിരിക്കും. സെൽ വോൾ. ഇപ്പൊ ബാക്ടീരിയയിലൊക്കെ ആണെങ്കിൽ സെൽ വോളിൽ കോംപ്ലക്സ് പ്രോട്ടിയോഗ്ലൈക്കാൻസ് ആണുള്ളത്. ഉദാഹരണത്തിന് N-acetyl, NAG, NAG, N-acetyl, ഗ്ലൂക്കോസമിൻ ആൻഡ് N-acetyl മ്യൂരാമിക് ആസിഡ്, പെന്റാപെപ്റ്റൈഡ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പോളിമർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ യൂക്കാരിയോട്സിൽ ചിലതിന് മാത്രമേ ഉള്ളൂ, എല്ലാത്തിനും ഇല്ല. ഉണ്ട് ചിലതിന്, ചിലതിനുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പ്ലാന്റ്സിൽ, ചെടികളിലാണെങ്കിൽ ഉണ്ട് അത്. പക്ഷെ അത്രയും കോംപ്ലക്സ് അല്ല. ഒന്ന് സെല്ലുലോസ് കൊണ്ടാണ്. ഇപ്പൊ ഫംഗസിലാണെങ്കിൽ ഉള്ളത് ചൈറ്റിൻസ്, ഇങ്ങനെ സെല്ലുലോസും ചൈറ്റിനും കാണാം. പക്ഷെ ഇത് സെൽ വാൾ ഉണ്ട് ആൻഡ് ഇറ്റ് ഈസ് കോംപ്ലക്സ് ആയി. ആൻഡ് ബാക്ടീരിയൽ ഈ സെൽ വാളിന് പുറത്ത്, വീണ്ടും പറയുകയാണെങ്കിൽ സെൽ വാളിന് പുറത്ത് ഒരു സ്ലൈം ലെയർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കതിനെ ചിലതിനൊക്കെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഭാഗമുണ്ട്. ക്യാപ്സ്യൂൾ. ആൻഡ് യൂകാരിയോട്സിന് ഇങ്ങനെയുള്ള ക്യാപ്സ്യൂൾ ഒന്നും ഇല്ല. ആൻഡ് ബാക്ടീരിയക്ക് ഇപ്പോൾ മൂവ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇതൊരു ബാക്ടീരിയ ആണെന്ന് വിചാരിക്കാം. മൂവ് ചെയ്യാനായിട്ട് ഫ്ലാജെല്ല ഉണ്ടായിരിക്കും. ഫ്ലാജെല്ല ഒന്നിലധികമോ ഒക്കെ കണ്ടേക്കാം. ഇതിന് ചിലതിന് ഇപ്പോൾ പ്രോട്ടോസോയ്ക്ക് ഫ്ലാജെല്ല ഉള്ളതുണ്ട്. ആൻഡ് ദിസ് ഈസ് കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണെങ്കിൽ ഇത് അത്രയും കോംപ്ലക്സ് അല്ല, ഒരു സിമ്പിൾ. ഇപ്പോൾ മനുഷ്യനോ ഇതിനൊന്നും അതില്ല. ആൻഡ് പിന്നെ ബാക്ടീരിയക്കാണെങ്കിൽ സം പൈലൈ ലൈക്ക് സ്ട്രക്ചർ. സോ ഇതിലൂടെ ഈ ക്രോമസോം പ്ലാസ്മിഡ് വഴി ഇങ്ങനെ അടുത്ത ആൾക്ക് കൊടുക്കാനൊക്കെ ചിലപ്പോൾ പറ്റിയേക്കാം. ആൻഡ് ഇവയ്ക്ക് അങ്ങനെയുള്ള പൈലി കാര്യങ്ങളൊന്നുമില്ല. സോ യൂകാരിയോട്സിന് ഫ്ലാജെല്ല സാധ്യതകൾ കുറവാണ്. പ്രോട്ടോസോവൽ ചിലതൊക്കെ ഉണ്ട്. ഈ പ്രോട്ടോസോവയുടെ റീപ്രൊഡക്ഷൻ മിക്കവാറും തന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ബൈനറി ഫിഷൻ ആയിരിക്കും. ബൈനറി ഫിഷൻ, സ്പ്ലിറ്റ് ഇൻറ്റു ഹാഫ്. ഇതൊന്നാണെങ്കിൽ നേരെ രണ്ടാകുക. സ്പ്ലിറ്റ് ഇൻറ്റു ഹാഫ് ആണ്. ഒരു സെല്ല് തുല്യമായിട്ട് രണ്ടാകുകയാണ്. ബാക്ടീരിയ പൈലി വഴിയുള്ളതുണ്ട്. ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ദെൻ ഇതിനകത്ത് മിക്കവാറും റീപ്രൊഡക്ഷൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി നടക്കാം, അല്ലാതെയും നടക്കാം. മിക്കവാറും ഇതിനകത്ത് നടക്കുന്നത് മൈറ്റോസിസ്, റീപ്രൊഡക്റ്റീവ് സെക്ഷൽ ഒക്കെ ആണെങ്കിൽ മിയോസിസ് ഫോം ചെയ്തിട്ടാണ്. ഈസ്റ്റ് ആണെങ്കിൽ ബഡ്ഡിംഗ് ആണ്. ഈസ്റ്റിൽ നിന്ന് ബഡ്ഡിംഗ് വഴിയും റീപ്രൊഡക്ഷൻ നടക്കും. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഇപ്പോൾ യൂകാരിയോട്സിൽ തന്നെ പ്ലാന്റും അനിമലും അല്ലെ, അത് തമ്മിൽ തന്നെ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും അതൊക്കെ നമ്മൾ വിട്ടിട്ട് തൽക്കാലം പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ് തമ്മിലുള്ള വ്യത്യാസം മാത്രമാണ് നമ്മൾ പറഞ്ഞത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.